കസിൻസും ഉണ്ട്. കസിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി വേണം, ഫ്രണ്ട്സ്. ഞങ്ങള് കസിൻസ് എല്ലാം കൂടെ ക്രിസ്മസിന്റെ തലേ ദിവസം ഒന്ന് ഒത്തുകൂടി കേട്ടോ. അപ്പൊ ചേച്ചി അടുക്കളയിൽ മാഗി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഞാൻ നേരെ അടുക്കളയിലോട്ട് ചെന്ന് കയറി. സോറി, മാഗി അല്ല, ഹിപ്പിയായിരുന്നു. വല്യമ്മച്ചി പണ്ട് ഹിപ്പി ഉണ്ടാക്കിയ കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ചേച്ചി അതൊന്നും വകവെക്കാതെ മുട്ട ചിക്കിയാണ് കേട്ടോ. ഭയങ്കര റിച്ച് സെറ്റപ്പിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അടുക്കള കയറി കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ കൈയിട്ട് വാരി ഓരോ കാര്യങ്ങൾ തിന്നുകൊണ്ടിരിക്കും. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ, കുറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ചേച്ചി എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. മോള് ഷാപ്പിലെ പൂച്ചയുടെ കണക്ക് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവള് മാഗിക്കകത്ത് സാമ്പാർ വെക്കുവാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും മാഗി ഒരുവിധം ആയി. വെന്ത മണം അടിച്ചിട്ടാണെന്ന് അറിയത്തില്ല, അവിടുന്ന് ഇവിടുന്ന് എല്ലാം ആളുകൾ വന്നേട്ടോ. ഞാൻ പിന്നെ അവളെ മുമ്പിൽ കൈ നീട്ടി. കൊതി കിട്ടാതിരിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു. അവളെപ്പം ചോദിച്ചാലും തരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം മാഗി കഴിച്ച് ഇരുന്നപ്പോണ്ടല്ലോ ഇനി കുറച്ച് ഡാൻസ് ആവാന്ന് കരുതി. ആ മാഗിയുടെ ക്ഷീണം മാറട്ടെ. ഡാൻസ് ചെയ്ത് അവളുടെ മുമ്പിൽ ചെന്ന് സൈൻ ചെയ്യടാ. പോടാ. എന്റെ അടുത്ത് ഹനുമാനില്ലേ? എന്നെ ഹനുമാൻ എന്ന് വിളിച്ചാണ്ടല്ലോ. ഉള്ള മുട്ടയെല്ലാം കൂടെ രണ്ടാവനകത്ത് ചിക്കിക്കൊണ്ട് വന്നേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. എടാ അതല്ല, ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ എന്തായാലും പരിപാടി നല്ല കളറായിരുന്നു.